ഗുരുദേവൻ്റെ സായാഹ്ന സന്ദേശമായ ശിവഗിരി തീർത്ഥാടനം ബഹുജനങ്ങളെ ഏറെ സ്വാധീനിച്ച മഹാതീർത്ഥാടനമാണ്. 93ാമത് തീർത്ഥാടനമാണ് സമാഗതമാവുന്നത്. അലിവും അറിവും സമഞ്ജസമായി സമ്മേളിക്കുന്ന അനുപമമായ ഒരു തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം. അലിവുള്ളിടത്തെ അറിവുണ്ടാവും. അങ്ങനെയാണ് അറിവിൻ്റെ തീർത്ഥാടനം. ശിവഗിരിയുടെ താഴ്വരയിൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് അറിവിൻ്റെ ദേവതയാണ്. അറിഞ്ഞ കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെ അലിവുണ്ടാകും. അപ്പോൾ അലിവുള്ളവനാണ് ശരിയായ മനുഷ്യൻ. അവനാണ് ഗുരുദേവൻ്റെ സങ്കല്പത്തിലെ നയമറിയും നരൻ. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറയുമ്പോഴും മനുഷ്യൻ 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുകയല്ല ഗുരുദേവൻ ചെയ്തത്. അധകൃതരെ, നിരാലംബരെ തന്നോട് ചേർത്ത് നിർത്തുകയും അവന് സമാശ്വാസം നൽകുകയും ചെയ്ത പതിത കാരണങ്ങളാണ് ഗുരുദേവൻ. അത് ഗുരുദേവൻ്റെ ദർശന മഹിമ ശിവഗിരിയിൽ മാത്രമല്ല, ചുറ്റുപാടുകൾ മുഴുവൻ എവിടെയെല്ലാം മനുഷ്യൻ വസിക്കുന്നു അവിടെയെല്ലാം ജനങ്ങൾ ഏറ്റെടുക്കുക. ജാതി മത വർഗഭേദമന്യേ ഇവരെ ഒരുമിപ്പിക്കുന്ന ഒരു സ്വർണ്ണനൂലായി മാറുകയാണ് ഗുരുദേവ ദർശനം. ആ ദർശനത്തിൻ്റെ സാഫല്യമാണ് ശിവഗിരി തീർത്ഥാടനം. ഈ മഹനീയ സന്ദർഭത്തിലേക്ക്, ഈ സാഫല്യതയിലേക്ക് എല്ലാ മനുഷ്യസ്നേഹികളെയും ശിവഗിരിയുടെ താഴ്വരയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും.